ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു നേപ്പാളി ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചുക്കാനി, നേപ്പാളി ചുക്കാനി. അത് കറി എന്ന് പറയുന്നതിനേക്കാളും നല്ലൊരു സാലഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു കറിയാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ചുക്കാനി നല്ല കട്ട തൈര് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മീനും ഇറച്ചിയൊന്നും അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ഈ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കട്ട തൈര് എടുക്കണം. അതുപോലെ തന്നെ പുളി അധികം ഉണ്ടാവാൻ പാടില്ല. ഇത് തന്നെ മതി, നമുക്ക് ഒരു പാത്രം ചോറിനാം, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചുക്കാനി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം എടുക്കാം. അതിലേക്ക് നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഉടച്ചെടുക്കാം നമുക്ക്. തൈര് നന്നായിട്ട് ഉടച്ച് ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ അതിലേക്ക് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്. ഞാനൊരു 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാടങ്ങ് അതിനകത്ത് ഉടച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി അതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് സവാളയാണ്. 2 മീഡിയം സൈസ് സവാള ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതാണ്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 4 പച്ചമുളകാണ് ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. തൈരല്ലേ, അപ്പോൾ ഉപ്പ് കുറച്ച് കൂടുതൽ വേണം. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും കൂടെ മിക്സ് ആക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്കൊരു താളിപ്പ് തയ്യാറാക്കണം. അതിലേക്ക് നമുക്ക് എണ്ണ, കടുക്, പിന്നെ അത് നന്നായിട്ട് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് കസൂരി മേത്തിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതാണ് നമ്മുടെ താളിപ്പ്. താളിപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. അത് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ മതി. കടുക് ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. സാധാരണഗതിയിൽ അവർ കടുക് ചേർക്കാറില്ല. നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് കടുകും കൂടി ചേർത്തന്നേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കുക. ഇനി അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. കണ്ടോ, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കണ്ടോ, കുറച്ച് കസൂരി മേത്തി ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ താളിപ്പ് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് താളിപ്പ് കറിയിലേക്ക് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ സംഭവം. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുത്തൂടെ. അതിനകത്ത് പ്രത്യേകിച്ച് കറിയൊന്നും നമുക്ക് ആവശ്യമില്ല. വേണമെങ്കിൽ കുറച്ച് അച്ചാറോ എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇത് മാത്രം മതി നമുക്കൊരു പാത്രം ചോറ് കഴിക്കാൻ. അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മുടെ ഈ ചുക്കാനി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചുക്കാനി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇത് ഞാൻ ഇടയ്ക്ക് ഇവിടെ ചെയ്യാറുള്ളതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയെന്നേ ഉള്ളൂ. നിങ്ങളൊക്കെ നേരത്തെ ഓൾറെഡി കണ്ടു കാണും. എന്നാലും ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.